ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നൈജീരിയയിലെ ക്രോസ് റിവർ സ്റ്റേറ്റിലുള്ള സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിന് നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണം. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് അക്രമികൾ പള്ളിക്ക് നേരെ ആക്രമണം നടത്തിയത്. പള്ളിയിലെ പ്രധാന രേഖകൾ സൂക്ഷിച്ചിരുന്ന സങ്കീർത്തി അക്രമികൾ തീയിട്ട് നശിപ്പിച്ചു. കൂടാതെ പള്ളിമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വികാരിയച്ഛന് 2 കാറുകളും സംഘം കത്തിച്ചു. സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പ്രതികളെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് വക്താവ് അറിയിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എപ്പിസ്കോപ്പൽ സുനോദോസ് പട്ടം കാതോലിക്കേറ്റ് സെന്ററിൽ സമാപിച്ചു. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുനോദോസ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിവിധ പ്രതിസന്ധികളിൽ സർക്കാരിന്റെ സ്വത്വര ഇടപെടൽ ആവശ്യപ്പെട്ടു. ക്രൈസ്തവ സമൂഹം നേരിടുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് അതിവേഗത്തിൽ പരിഹാരം കാണണമെന്നും ഭരണഘടനയും ക്രിസ്തീയ വിശ്വാസവും രാജ്യത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും സഭ അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടിയ സുനോദോസ് അധ്യാപക നിയമനത്തിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ ഉടൻ നടപ്പിലാക്കി അധ്യാപകരോട് നീതി കാട്ടണമെന്നും ആവശ്യപ്പെട്ടു. 2030 ആഘോഷിക്കുന്ന മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ശതാബ്ദിയുടെ മുന്നൊരുക്കമായി 2026 സെപ്റ്റംബർ 20 മുതൽ 2027 സെപ്റ്റംബർ 19 വരെയുള്ള കാലയളവിൽ ജീവകാരുണ്യ നീതി വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചു. തൃശൂർ അതിരൂപത CLCയുടെ നവീകരിച്ച അതിരൂപത ഓഫീസിന് പുതിയ തുടക്കം. പുത്തൻ സൗകര്യങ്ങളോട് ഒരുക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനവും ആശീർവാദ കർമ്മവും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവ് നിർവഹിച്ചു. സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രവർത്തനനിരതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഓഫീസ് നവീകരിച്ചത്. അതിരൂപത CLC പ്രൊമോട്ടർ റവറന്റ് ഫാദർ ഫ്രെജോ വാഴപ്പള്ളി, അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സന്തോഷ് അന്തിക്കാട്ട്, പ്രസിഡന്റ് ഗ്ലോറിയൻ ജോയ്, മോഡറേറ്റർ C കീർത്തന എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അതിരൂപത CLC യൂത്ത് സീനിയർ വിഭാഗം ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന ആവേശകരമായ സ്വീകരണമാണ് ഓഫീസിൽ ഒരുക്കിയത്. ജർമ്മനിയിലെ ഹിൽഡേഷ്യൻ രൂപതയുടെ പുതിയ സഹായമെത്രാനായി ഡോക്ടർ മാർട്ടിൻ മാൻഹേൺസ് അഭിഷിക്തനായി. ഹിൽഡേഷ്യം കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് ഹേർണർ വില്ലമറാണ് മെത്രാഭിഷേക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. 48 വയസ്സുകാരനായ ബിഷപ്പ് മാരൻസ് മുൻപ് രൂപതയിലെ സെമിനാരി റക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സഭയിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും പ്രത്യാശയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. നീ ക്രിസ്തുവാകുന്നു എന്നതാണ് പുതിയ മെത്രാന്റെ ആപ്തവാക്യം. 100 കണക്കിന് വിശ്വാസികളും വൈദികരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ലോകം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളിൽ വിശ്വാസികൾ തളർന്നു പോകരുതെന്നും ക്രിസ്തുവിനെ മാതൃകയാക്കി എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണമെന്നും ലിയോ 14 പാപ്പ വത്തിക്കാനിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധം, ദാരിദ്ര്യം, രോഗം തുടങ്ങി ലോകം നേരിടുന്ന വെല്ലുവിളികൾ മനുഷ്യരെ നിരാശയിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ പതറാതെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള കഴിവാണ് ഒരു ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.